ഹായ് ഹലോ സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കു കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് കലവറയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഞാൻ കാണുന്നത് പരിപ്പാണ്. പരിപ്പെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരെയാണ് ഓർമ്മ വരിക? ഒരു ഷോ വഴി പരിപ്പിന് ഇത്രയും അധികം എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് കൊടുത്ത വേറൊരാളില്ല. അപ്പം നമ്മുടെ ഗസ്റ്റാണ് അത്. പക്ഷേ ഗസ്റ്റിനെയൊക്കെ നമുക്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പരിപ്പ് കൊണ്ട് എന്താണ് സംഭവം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഷെഫിനോടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ ഷെഫിന് ഈ അടുത്തായിട്ട് ഞാൻ ഓർത്തു, എപ്പോഴും ആദ്യം വിളിക്കുന്നു, നമ്മൾ വിശേഷം ചോദിക്കുന്നു, പോകുന്നു, അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ ഇതിന് പകരം എല്ലാ ദിവസവും ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ട് തുടങ്ങുവാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? കാരണം എപ്പോഴും എനിക്ക് എന്തെങ്കിലും ടാസ്ക് തന്ന് എനിക്ക് പണി തരിക എന്നുള്ളതാണ് ഷെഫിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, മെയിൻ എന്താ പറയുക, ദൗത്യം എന്ന് പറയുന്നത് അത് തന്നെ. അപ്പം ഞാൻ ഓർത്തു തിരിച്ചിനി അങ്ങനെ അങ്ങോട്ടേക്കാവാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഷെഫിനെ നേരെ വിളിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ടാസ്കും എല്ലാമായി നമ്മുടെ ഗസ്റ്റിനെ വിളിച്ച് നമുക്ക് നമ്മുടെ പുതിയ എപ്പിസോഡ് ഗ്രാൻഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നളൻ. ഒരു ഇൻട്രോ, ഞാനൊരു കമ്മീഷണർ സ്റ്റൈൽ ഇൻട്രോ കൊടുക്കാന്ന് വെച്ചാൽ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ. തുടങ്ങാം. എന്തൊക്കെയുണ്ട് വിശേഷം? കഴിപ്പിക്കുക. അതെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ടാസ്ക് വെച്ചിട്ട് തുടങ്ങിയപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അത് ശീലമാക്കണ്ട. അപ്പൊ ഇന്നൊരു ടാസ്ക് വീണ്ടും. അപ്പൊ ഇതെന്താ ടാസ്ക് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ചില നമ്മുടെ കേരളത്തിലെ തന്നെ ചില സ്ഥലങ്ങളുടെ പേര്, അതിന്റെ ഇംഗ്ലീഷ് ഞാൻ പറയും, അത് ഏതാ സ്ഥലം എന്ന് പറയാം. മിൽക്ക് റിവർ റൗണ്ട്. മിൽക്ക് റിവർ റൗണ്ട്. പാല് റിവർ എന്ന് പറയുമ്പോൾ അരുവി. മിൽക്ക് റിവർ അല്ല, മിൽക്ക് റൈസ് റൗണ്ട്. പാലരുവി അല്ല, കൊച്ചിയിലുള്ളൊരു സ്ഥലം ആണോ? പാലാരി വട്ടം. ഞാൻ പറഞ്ഞില്ലേ ഷെഫിന്റെ അതൊക്കെ സില്ലി ആയിട്ട്. മിൽക്ക പാല. അടുത്തൊക്കെ ബഫല്ലോ ബോക്സ്. ഞാൻ ഇതന്നെ ചോദിച്ചേ. വേറെ എരുമപ്പെട്ടിയോ? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ ചേച്ചി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അപ്പം പുള്ളിക്കാരി പകുതി തമിഴാ. ഉസ്ലാം പെട്ടി, എരുമപ്പെട്ടി. വേറൊരു സാധനം ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഇന്ന്. വളരെ കൂലങ്കർഷമായി ഇന്ന് വളരെ നോക്കി കണ്ടൊരു ഡിഷാണ് പ്ലാൻ ചെയ്തത്. അതെ അതെ, എന്താണ് ആ ഡിഷ്? ഇന്നത്തെ ഗസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഇതേ ഗസ്റ്റിനെ കൊണ്ടുവന്ന് ഒരു പണി തന്നു. അതെ, ഇന്ന് ആ ഗസ്റ്റിന് വെച്ചാമ്പാറൊരു പണി, അങ്ങോട്ടേക്ക് ഒരു പണി. അതെ, നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. അപ്പൊ നമ്മുടെ സ്വന്തം കഴിഞ്ഞ എപ്പിസോഡ് വന്നിട്ട് ഇങ്ങനെ കുറെ അധികം നോളേജും കാര്യങ്ങളും, പക്ഷെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇവിടുന്ന് പോയതാണ്. നമ്മൾ തിരിച്ച് പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വിളിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ദി എക്സ്പ്രസീവ് കിങ്. ഒന്നുകൂടെ, ദി എക്സ്പ്രസീവ് ക്വീൻ, നമ്മുടെ സ്വന്തം ലക്ഷ്യപ്രിയ ചേച്ചി. എന്നെ കണ്ടപ്പോ ഇങ്ങനെ കാണിച്ചത് എക്സ്പ്രസ് ഓർഡിനറി ഓരോ എക്സ്പ്രസ്. ഹലോ, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയിട്ട് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ റൈസും. അതെ, വെൽക്കം ബാക്ക് എന്നല്ലേ? വെൽക്കം ബാക്ക് ആയിട്ട് ഷെഫ് പറ. നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്നിപ്പോ നമ്മള് വൈവിധ്യമായ വിചിത്രമായ വെറൈറ്റി ആയിട്ട് കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട്. ആണല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ ഇടുന്നുണ്ട് ഒരു പ്രത്യേക സാധനം. പരിപ്പ് കറി തിന്ന് മടുത്തു എന്നൊരു പാട്ടുണ്ട്, അറിയാം? തക്കാളിക്കറി മതിയോ? അങ്ങനെ മടുക്കാൻ ഞാൻ വിടില്ല. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഇല ഏതാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അല്ല, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് ചൊറിയണം. ചൊറിയണം വെച്ചിട്ട് നമ്മൾ തോരൻ വെക്കും. ചൊറിയണം വെച്ചിട്ട് തോരൻ വെക്കാൻ പറ്റും. ഇന്ന് ചൊറിയണം കൊണ്ട് ഞാനൊരു പരിപ്പ് കറി ഉണ്ടാക്കി. പക്ഷേ ഷെഫേ, ഈ ചൊറിയണത്തിന്റെ പൂവില് തൊടുമ്പോഴാണ് നമുക്ക് ചൊറിയ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. നമ്മള് എന്ത് ഫുഡാണ് ഉണ്ടാക്കണത് നമ്മൾ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. ചൊറിയണം കൊണ്ട് പരിപ്പ് കറി. ചൊറിയാനം കൊണ്ട് പരിപ്പ് കറി. ഞാൻ പറഞ്ഞു ഇത് തേച്ചാ കൊച്ചിന്റെ സ്കിൻ ചൊറിയില്ല. ആ സാരല്ല, ഇട്ടതുകൊണ്ട് ചൊറിയത്തില്ല ചിലപ്പോ. ഒന്ന് തേച്ചു. അത് ഞാൻ പറയുന്നു, ഇത് ഷെഫിന്റെ കൈ വെച്ച് ചെയ്ത ചൊറിയത്തില്ല. ചൊറി ഭയങ്കരമായിട്ട് ചൊറിയ. അതൊന്നും നോക്കിയാൽ ഇവിടെ പറയുന്നത് ചൊറിയത്തെ വെറ്റുണ്ടോ? ഇല്ല, ഞാൻ പറ്റില്ല. ചെറുതായിട്ടൊന്നും ഇല്ല, ഞാൻ പറ്റില്ല. 10ാം ക്ലാസ് ആയപ്പോഴത്തേനും ട്യൂഷന് വെക്കേഷൻ ടൈമിൽ നമുക്ക് ട്യൂഷനൊക്കെ തുടങ്ങുമല്ലോ. മറ്റേ പാരലൽ കോളേജിൽ ട്യൂഷൻ തുടങ്ങും. അങ്ങനെ ട്യൂഷന് പോകുമ്പം ഈ ഇടവഴി കൂടെ ഒക്കെ നടന്നു പോയിട്ട് ഈ സാധനം
എന്റെ ഇങ്ങനത്തെ അല്ല മറ്റേ പടർന്ന് വള്ളി ചൊറിയണം. അയ്യോ എന്റെ അമ്മച്ചിയോ ആ സാധനം കയ്യും കാലും ഒക്കെ കൊണ്ട് ചൊറിഞ്ഞ് തടിച്ച്. അല്ല 10ാം ക്ലാസ്സില് 10ാം ക്ലാസ്സില് ലക്ഷ്മിപ്രിയയുടെ ചില്ലൻ സൗണ്ട് സീരിയസ് ആയിട്ട്. എന്നിട്ട് എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഹസീന, അവളത് കാണുന്നെങ്കിൽ കണ്ടോട്ടെ. അപ്പം ഇവൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവളുടെ വീടായിരിക്കും. അപ്പൊ ചെന്നു, ആന്റി കുറച്ച് വെളിച്ചെണ്ണ തരാമോ എന്നാളുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു. ഇവള് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് ഇവളൊക്കെ പോയി. കണ്ടു നമ്മള് കണ്ടു ആന്റി പെട്ടെന്ന് അയ്യോ മോളെ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്ന് തൂത്തൊക്കെ തന്ന് കൈയും കാലും ഒക്കെ തൂത്തൊക്കെ തന്നിട്ട് പോയി. എന്നിട്ട് ഇവള് ഞാൻ ഈ കുട്ടി എന്നാ ഇങ്ങനെയാ വരും, അവനവന്റെ വീട്ടിൽ വരുമ്പോ ഇങ്ങനെ മുഖം കാണിച്ചിട്ട് പോവെന്ന് വിചാരിച്ചു. എന്നിട്ട് +1 ഞങ്ങൾ ഒരുമിച്ചാ പഠിക്കുന്നത്. അപ്പൊ ഞാനിത് ചോദിച്ചു, എടോ താൻ അവിടെ ഭയങ്കര ഡാൻസുകാരിയും പാട്ടുകാരിയും ഒക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ ഓർത്ത് തനിക്ക് ഭയങ്കര ജാടൊക്കെ, സ്കൂള് വേറെയാ. അപ്പൊ സ്കൂള് ട്യൂഷൻ ക്ലാസ്സിൽ സാറിന്റെ മോള് അപ്പൊ ഭയങ്കര ജാടക്കാരി ആയിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ വിടാതിരുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ജാടയായിരിക്കും, ഒരു തവള ജാട കാണിച്ചിട്ട് പോയി. പക്ഷെ നമുക്കറിയില്ലേ ജാടയൊന്നും ഇല്ലാത്ത നമ്മുടെ സ്വന്തം ചേച്ചിനല്ലേ. നമുക്കപ്പോ പരിപ്പൂരിയുടെ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ മാറ്റാം. വെള്ളം തിളപ്പിച്ചോളൂ. ഈ ചൊറിയണം കൊണ്ട് പരിപ്പൂരി വയ്ക്കാൻ ശ്രദ്ധിക്കുന്ന ആൾക്കാർ തിളച്ച വെള്ളത്തിൽ ചൊറിയണം ഒന്ന് മുക്കിയെടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നെ പാലക്കിന്റെ ഗുണമാണ്. പ്രത്യേകിച്ച് അത് ചൊറിയത്തതേയില്ല. അതെ, ഓക്കെ. പുലരേ പൂങ്കോടിയിൽ പെരുമീൻ നിങ്ങൾ എന്തിനാണ് കാലഘട്ടത്തിലെ പാട്ടൊക്കെ? അപ്പൊ നമ്മൾ മറ്റേ ചൂടുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റി പ്രഷർ കുക്കർ കയറ്റി. ഓക്കെ, ഇത് മാറ്റുവാണ്. നമ്മൾ അതിന്റെ പ്രഷർ കുക്കർ എടുത്ത് വെക്കുവാണ്. ഒരു പ്രഷർ കുക്കറാണുള്ളത്, അതിലാണ് ചെയ്യുന്നത് അല്ലേ? വേവിച്ചിട്ട് കുറച്ച് ഷെഫിന് ഞാൻ കൊടുത്തേക്കാം. അല്ല എനിക്ക് വേണ്ട, ഫുള്ളായിട്ട് വേവിച്ചു. അപ്പൊ ഇന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പരിപ്പ് കറി വെച്ച് തിന്ന് മടുത്ത ആളുടെ കൈ കൊണ്ട് ഒരു പരിപ്പ് കറി കഴിക്കണമെന്ന്. ഈ എപ്പിസോഡ് പരിപ്പ് കറി പ്രിയർക്ക് വേണ്ടി ഞാൻ പരിപ്പ് കറി തിന്ന് മാത്രല്ല വെച്ചും പക്ഷെ ഇന്ന് വെച്ചിരിക്കുന്നത് ചൊറിയണം കൊണ്ട് ഒരു പരിപ്പ് കറിയാണ്. വെള്ളം തരാം. ഞാൻ തരാം ചേച്ചി. ഷെഫിനോട് ചോദിക്കണ്ട, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം. ഷെഫിനോട് അങ്ങനായി. ഞങ്ങളിപ്പോ പുളിവെള്ളം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. പുളിവെള്ളം എന്തിനാ? ഞാനൊരു ഡിഷ് അവിടെ വെച്ച് കൊടുക്കും, അവിടുന്ന് ഒരു ഡിഷ് ഇങ്ങോട്ടും വരും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരാമത്തിൽ നിന്ന് ആന്തൂര്യം പറിച്ച് ഞാൻ ക്ലാരയ്ക്ക് തരുമ്പോൾ അപ്പൊ നമ്മുടെ ആയുധങ്ങൾ എടുക്കുകയാണ്. എന്നിട്ട് എന്താണ് ആയുധം കൊണ്ട്? എന്താണ് ഇന്ന് ആയുധം കൊണ്ട്? പുള്ളിക്കാരി ഒന്നുമില്ല. ഇന്ന് എനിക്ക് പരിപ്പറി മര്യാദക്ക് വെച്ച് തന്നോ. പക്ഷെ ഇത് അരിയണ്ടേ? അതിപ്പോ വേണ്ട, ലാസ്റ്റ് പണിയാമോ. അരിഞ്ഞു തരുവോ? തരാം. തക്കാളിക്കറി ഇദ്ദേഹത്തിന് വേണ്ടിയായി. കാരണം തക്കാളിക്കറി ആയാലോ എന്ന് ചോദിച്ചത് കൊണ്ട് ഇന്ന് ഞാനൊരു തക്കാളിക്കറി വെച്ച്. ഓ അങ്ങനെ. അപ്പം ലക്ഷ്മി ചേച്ചി നമ്മുടെ പരിപ്പ് കറിയും ഷെഫ് തക്കാളിക്കറിയും രണ്ടുപേരും അങ്ങനെ അവിടെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നു. ഞാൻ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നു. അതാണ് എന്റെ പരിപാടി. നിൽക്കുന്നത് ചുമ്മാ സ്വയം പോഴ്ത്തരുത്. നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, നാട്ടുകാർക്ക് അറിയാം. വായിലാണ് നോക്കുന്നത്. അലങ്കരിക്കാൻ വെച്ചേക്കുന്ന തോട്ടത്തിൽ നിന്ന് 2 പച്ചമുളക് വെച്ചിരിക്കുന്ന അലങ്കരിക്കാൻ വെച്ചിരിക്കുന്ന തോട്ടത്തിൽ നിന്ന് 2 പച്ചമുളക് പറിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നു. പറിക്കാവുന്നതാണ് നമുക്ക്. ചേച്ചിക്ക് ഉള്ളതാണ് ഇവിടെ ഉള്ള എല്ലാം. ഇവിടെ ഉള്ളതെല്ലാം ചേച്ചിക്ക് എടുക്കാം. ഞാൻ സംശയം ചോദിക്കട്ടെ, അടുപ്പ് കത്തിക്കാതെ നിങ്ങൾ എന്താണ്? അടുപ്പ് കത്തിക്കണ്ടേ? അത് കത്തിക്കരുത്, അല്ലാണ്ട് കുക്ക് ചെയ്തോണ്ടിരിക്കുക. നോക്ക് അടുപ്പ് തൊട്ട് നോക്ക്, ചൂടുണ്ടോ നോക്ക്. ചൂടല്ലേ? ഞാൻ അടുപ്പ് കത്തിച്ചോ? ചട്ടി ചൂടാക്കിയിട്ട് വെച്ചു. പക്ഷെ ചട്ടി ചൂടാക്കാൻ നമ്മൾ കണ്ടായിരുന്നോ? നമ്മൾ കാണാതെ മാജിക് പഠിച്ചിട്ടുണ്ട്. എന്നെ അറിയപ്പെടുന്നതേ
മാജിക് കിങ് ഷെഫ് എന്നാണ്. ആണ്. Google അല്ലാതെ ചെയ്ത് കള്ളൻ chef ഒന്നും നമ്മൾ കണ്ടു ഇതിനകത്ത് എന്തൊക്കെ ഇട്ടത് ഇനി magic ആണോ കത്തുന്നുണ്ടോ നോക്കിക്കേ. കത്തി 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 ഇപ്പൊ കത്തി, ഇപ്പൊ ഇതിനകത്ത് എണ്ണ ഇട്ടു പറയും എന്തൊക്കെ ഇട്ടു. എണ്ണ ഇട്ടു, വെണ്ടയ്ക്ക ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഡോക്ടർ പരിപ്പ്? എണ്ണ ഇട്ട് വെണ്ടയ്ക്ക ഇട്ട് കുറച്ച് ഉപ്പ് കൂടി എടുത്ത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ പരിപ്പ് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചേക്കുവാണ്. അതെ. എത്ര വിസിലടി ചേച്ചി? 6 7 4 വിസിൽ പോയി. കുതിർത്ത പരിപ്പല്ലേ. ആ ഓക്കെ. അപ്പൊ നമ്മുടെ പരിപ്പ് ഇത് ഞാൻ ചാച്ചോ നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് തക്കാളി ഇട്ടു. പിന്നെന്തായിരുന്നു നമ്മൾ ഇട്ടത്? ഒരു തക്കാളി പോലത്തെ ഇപ്പൊ അരച്ചിട്ട് അതെ നമ്മൾ ഇഞ്ചി അല്ലേ തരച്ചാ? അതെ നമ്മളൊരു മീൻകറി വെക്കുകയാണ്, പക്ഷെ തക്കാളി ഇട്ടാണ് മീൻകറി വെക്കുന്നത്. അപ്പൊ എന്റെ പരിപ്പ് കറിയില്ലേ ഓ ഞാന് ഉള്ളിയും പച്ചമുളകും ഇട്ട് ആ പരിപ്പ് വേവിച്ചതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഈ സ്റ്റീം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കുഴയ്ക്ക് കൈ കൊണ്ട്. ഇവിടെ ആണെങ്കിൽ ഷെഫ് കപ്പ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ കുഴച്ചു, എണ്ണ ഇട്ടു, എന്നിട്ട് ഉപ്പിട്ടിനി കുഴച്ചിട്ട് നമ്മൾ പേസ്റ്റ് ആക്കാം അല്ലേ? അതെ. ആ നാരൊക്കെ പിച്ചി കളയണേ. യെസ്. അപ്പൊ ആ ജോലി എനിക്കാണ് തന്നേക്കുന്നത്. ഉള്ളിയും കൂടെ ഇടാം. ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത് മീൻകറിക്ക്, നന്നായിരിക്കും. എണ്ണയും കൂടി ഇരിപ്പുണ്ട്. നന്നായിട്ട് കുഴയ്ക്കുക. നന്നായി കുഴച്ചു കുറച്ച് സമയം തരാൻ പറ. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതാണ് കുഴയ്ക്കണം. അതിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുഴയ്ക്കണം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതാണ് കുഴയ്ക്കണം. ഇതെന്താണ് ഇപ്പിട്ട? അരിപ്പൊടി. അരിപ്പൊടിയാ? എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. പരിപ്പ് കറിയുടെ സ്പെഷ്യലിസ്റ്റിന്റെ പരിപ്പ് കറി ഇന്ന് അടിപൊളി ആയില്ലെങ്കിലാ. നന്നായിട്ട് അവിടെ കുഴയട്ടെ. വെള്ളം ഒഴിച്ചു തരാം. ഇത്ര മതി. നന്നായിട്ട് അല്ല ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതാണ് കുഴയണം. അത്രയും കുഴഞ്ഞു വരണം. അത്രയും കുഴയണം. ഓക്കെ. ഡോക്ടറിനെ നാളികേരം അരച്ചത് വേണോ? അത് കപ്പയ്ക്കാണോ? അല്ല ഡോക്ടറോ? അല്ല ഡോക്ടറായി. എന്താ ഇത്? ഇവിടെ എന്താണ് നടക്കണത്? കൊച്ചിനോടെ കൂടി കിളി പോയോ? ഓക്കെ. ഇച്ചിരി മഞ്ഞൾപ്പൊടി വരുമോ എനിക്ക്? ഇതാ എന്തിയേ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം എടുത്ത് ഷെഫ് അങ്ങോട്ട് ഇട്ടിട്ടാ. ഒന്നുമില്ല. മുളക് പൊടി അവിടെ ഇട്ടു. ഞാൻ മുളക് പൊടി ചോദിച്ചു വാങ്ങിച്ചാ. എനിക്ക് കുറച്ച് തരുമോ? ഇതിനകത്ത് തരാൻ പറ്റൂല. ആരെവിടെ? അല്പം മുളക് പൊടി കൊണ്ടുവരൂ. 3 പേര് കുറച്ച് തിരക്കിലാണ് കേട്ടോ. അതെ. ഇത് കണക്കൊരു എപ്പിസോഡ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടു കാണില്ല. അതെ, 3 പേരും തിരക്കോട് കൂടി ഓരോന്നുണ്ടായിക്കൊണ്ട്. നിങ്ങൾക്ക് വേണ്ടി പരിപ്പൂരി ഉണ്ടാക്കുന്ന ഡോക്ടർ പരിപ്പാണ്. മഞ്ഞൾപ്പൊടി വന്നു. പിടി. മഞ്ഞപ്പൊടിയും വന്നു. ചേച്ചി ചോദിച്ച എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് കടുക് വറുത്തിടും. ഇപ്പൊ ഞാൻ പരിപ്പ് വേവിച്ചു, അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളിയും നിറഞ്ഞൂല അത്. നിങ്ങളാട്ടി ചുവന്നുള്ളി എന്നാ പറയുന്നല്ലേ? വെള്ളം. ഞങ്ങളൊക്കെ പച്ച മലയാളത്തിൽ ചുവന്നുള്ളി. ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് അതൊന്ന് പിന്നെ വേവിച്ചു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചൊറുകണത്തിൻ്റെ ഇല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പും ഇട്ടു ആവശ്യത്തിന്. നന്നായിട്ടൊന്ന് കുറുകി കഴിഞ്ഞപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് കുറുകി കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. നെയ്യേ, നമ്മൾ നെയ്യ് കൊടുത്തു, എണ്ണ ഇട്ടു, നെയ്യ് കണ്ടില്ലേ? ആരാ പറഞ്ഞു എനിക്ക് ചപ്പാത്തി മാവ് കുഴക്കാൻ അറിയില്ലാന്ന്? ആരാ പറഞ്ഞത്? ഇത് കണ്ടോ? പ്രൊഡ്യൂസറാണോ? പ്രൊഡ്യൂസർ ചേച്ചി അങ്ങനെ പറയത്തില്ല, ഷെഫ് പറഞ്ഞാലേ ഉള്ളൂ. ഇനി അത് ഓരോ ഉരുളകളായിട്ട് ഓക്കെ. പിടിയാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? പിടിക്കണോ വേണ്ടെന്ന് ഞാൻ പറയാം. മറ്റേ പിടിയില്ലേ, നമ്മൾ പിടിയും കോഴിക്കറിയും കഴിക്കില്ലേ? കൺസിസ്റ്റൻസി മതിയോ? ഇനിയും വേണം. ഇനിയും കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഇതിരിക്കേണ്ടത്. ഓ, കടുകും വറുത്ത് കഴിഞ്ഞു. അവിടെ നമുക്ക് ജീവനിൽ കൊല്ലിയണ്ട. വെള്ളം ചോദിച്ചായിരുന്നല്ലോ.
കടുക് പൊട്ടിക്കൊണ്ടിരിക്കണ്ട അവിടെ. അപ്പൊ നമുക്ക് സൈഡായിട്ട് ഇങ്ങോട്ട് വരാം. നോക്കട്ടെ, ഹോമം ചെയ്തിട്ടില്ല. ഓം ശ്രീ എല്ലാ പ്രേത ഭൂതാദികളെയും ഞാൻ ഓട്ടിച്ചു വിട്ടിരിക്കുകയാണ്. കുഴക്കണോ അങ്ങോട്ട്, ഞാൻ പറയാൻ കറക്റ്റാണോ അല്ലയോ ഒന്ന് കുഴക്കി. പക്ഷെ ഇത് ഭയങ്കര പൊടിയായില്ല. കുഴക്കി ഷെഫ് കുറച്ച് സമയം എന്നെ ടെൻഷൻ ആക്കിപ്പിക്കുന്നു. വേണ്ട, അടിപൊളിയായിട്ട് കടുവർത്തിട്ടാണ്ടോ ആ മന്ത്രം അങ്ങോട്ട് ജപിച്ചിട്ടിട്ടുണ്ട് ഞാൻ. എത്ര മണിക്കൂറാണെന്നറിയോ ലക്ഷ്മി ഞാൻ കപ്പ ഉടയ്ക്കാൻ കൊടുത്തിട്ട്? ഈ കൊച്ചിനെ എങ്ങനെ ഒരു വീട്ടിൽ കെട്ടിച്ചു വിടും? കൊച്ചിനെ കെട്ടിച്ചു വിടുന്നത് കപ്പ ഉടയ്ക്കാനാ? അല്ല, അഡീസ് അവിടെ ചെന്ന് കപ്പ ഉടയ്ക്കാൻ പറഞ്ഞു, അതെങ്കിലും അറിയണ്ടേ? അവിടെ ഒരു അമ്മായിയമ്മ വന്ന് അടുപ്പത്തിച്ചു കൊടുക്കുവോ? എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ വിളിക്കും. ഗോതമ്പൊടി ഇച്ചിരി കൂടി ഇടണ്ടോ? വേണ്ട, മുറുക്ക അരിപ്പൊടിയാ അത്. ഉരുട്ട് ഇത്ര ഉരുട്ടാ. ആക്ച്വലി അരിപ്പൊടിയൊന്നും വേണ്ടതാ, ഇങ്ങനെ അങ്ങോട്ട് വലുതായിട്ട് ഉരുട്ടണം. വലുതായിട്ട് എങ്ങനെ? പരിപ്പേറി വെച്ച് വെച്ചിരിക്കുന്നുണ്ടോ? ഇനി ഇതുപോലെ വേണം പരിപ്പേറി ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാൻ കേട്ടോ. പരിപ്പേറിയിലെ മുളകിന് പോലെയാണ് ഇത് കിടക്കാൻ മനസ്സില്ല. ഒന്ന് ഇറക്കി വിടണം. അത് എന്താ ഷെഫ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ വേണ്ടിട്ടാണ് വന്നത്. പൊങ്ങിയിരിക്കുക. ഈ രംഗത്ത് എന്റെ മകളെ ഇതെന്താ നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരുമോ? റൊട്ടി, കപ്പ വെച്ചിട്ടാ? കപ്പ റൊട്ടി. കപ്പ റൊട്ടിയും പരിപ്പ് കറിയോ? വീട്ടിൽ കപ്പ അധികം വന്നാൽ എന്ത് ചെയ്യണമെന്ന് കണ്ടു പഠിച്ചോ. അതെ, അടിപൊളിയല്ലേ? കപ്പ മാത്രമല്ല, മറ്റേ പറമ്പിൽ പോയിട്ട് എന്തെങ്കിലും ഇല ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് പൊറുക്കിക്കൊണ്ട് വന്നു. ഈ ഗുണമില്ലാത്ത ഒരു ഇലയും ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ല, അത് ഞാൻ കാര്യമായിട്ടാണ്. അങ്ങനെ പറയരുത്, ഞാനത് അംഗീകരിക്കില്ല. അല്ല, അങ്ങനെ പറയരുത്. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ വാരിക്കൊണ്ടിരുന്നാ മതിയെന്നോ? അത് മൊരിഞ്ഞോ? താങ്കൾക്ക് പ്ലേറ്റ് കിട്ടിയോ? അതെന്തിനാ? അത് വെക്കാൻ പ്ലേറ്റ് കൂടെ ഉണ്ട്. അപ്പോ ചോറും ഉണ്ട്. ഇതെന്താണ് സംഭവം? ചോറ്, കപ്പ. നമുക്കിതങ്ങനെ സെറ്റാക്കിയിട്ട് ഒന്ന് മാറി. എന്താണ് അടുത്ത? എന്താ അത്? അങ്ങനെ ഒരു സംഭവം മറന്നുപോയി. കൊള്ളാം. തേങ്ങാപ്പാൽ എടുത്തൊഴിച്ചു. എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതൊക്കെ പാലൊഴിക്കാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളല്ലേ, അടുത്ത് നിൽക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ? ഇവിടെ പ്ലേറ്റ് തരാമെന്ന് പറഞ്ഞു. ലക്ഷ്മി ചേച്ചിയുടെ കപ്പ. മോനെ എന്തോ എങ്ങനെ കൊതിവിടല്ലേ പ്ലീസ്. അയ്യോ, എനിക്ക് അത് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു. നല്ല അടിപൊളി. എന്താന്ന് എനിക്കൊരു ഐഡിയ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പ്ലേറ്റിങ്ങിലേക്ക് നമുക്ക് കടക്കാണ് അല്ലേ? കമോൺ. അപ്പൊ ഷെഫ്, എന്താണ് ഇത്? കുറെ സമയങ്ങൾ ചോറ്, കപ്പ, ഇങ്ങനെ ഇതെന്താ എനിക്ക് പറയണ്ടെന്ന് അറിയില്ല. കപ്പ റൊട്ടി എന്ന് പറയുന്നത്. കപ്പപ്പത്തിരി ഉണ്ട്. നമ്മുടെ ലക്ഷ്മി ചേച്ചി ഉണ്ടാക്കിയ നല്ല പരിപ്പ് കറിയും ഉണ്ട്. അപ്പത്തേക്ക് ഇതിലെന്താണ് നമ്മൾ എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്? അല്ല, ഞാൻ ആക്ച്വലി കപ്പപ്പത്തിരി ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയാണ്. ഓ, ഇവിടെ നമ്മുടെ സോറി, പരിപ്പ് ഷെഫിന് വേണ്ടിട്ടല്ല ആണ്. അപ്പൊ അത് എനിക്കറിയാം. അതെ, ഇവിടെ ഒരു മീൻകറി പോലെ ഇരിക്കുന്ന ഒരു, അങ്ങനെയൊക്കെ അപമാനിക്കാതെ. മീനില്ല മീൻകറി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ അല്പം ആദ്യം ഇത് ഒരെണ്ണം കൂടെ മാറ്റി വയ്ക്കാം. ഇല്ല, മാറ്റി വെച്ചു. ഓക്കെ, എൻ്റെ കുറച്ച് മീൻകറി എടുക്കാം. ഓക്കെ, സൈഡിലോട്ടാണ്. അതിൻ്റെ സൈഡ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങണം. പൊളിച്ച് മതി. ഓക്കെ, റെഡി. ഓ, ഇത് രണ്ട് ഫുഡ് ഐറ്റംസ്. കപ്പറൊട്ടിയും മീനില്ല മീൻകറിയും ഒരു ഐറ്റം. ആ പാട്ടൊന്ന് പാടി. അറിയാതമ്പിളി ഇല്ലടാ, ഞാനല്ലേ പറയാനേ.
മയങ്ങുവാവോ ചഞ്ചക്കം ചഞ്ചക്കം. അപ്പൊ എനിക്ക് തരുമ്പോ ഇനി ആര് പാട്ട് പാടും ചേച്ചി? ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈകിളി എന്റെ ബാലഗോപാലനെ എണ്ണതെപ്പിക്കുമ്പം പാടണേ. ശരി കേട്ടോ. വെള്ളം കോരിക്കുളിപ്പിച്ച് എന്റെ മാറിപ്പളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. ഇപ്പം പരിപ്പ് കറി എടുത്തിട്ടു, എൻ്റെ കപ്പേൻ്റെ കൂടെ മിക്സ് ചെയ്ത് ആ മീനില്ല മീൻ കറിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ തരുന്നത്. ആദ്യം മോനെ പരിപ്പും കപ്പയും മീനും. പക്ഷെ മീനല്ല, സോറി, മീനില്ല മീൻ കറി. കണ്ടിട്ട് മീൻ കറി പോലെ തന്നെ ടേസ്റ്റ് അതന്നെ മീൻ കറിയുടെ അല്ലേ? അയ്യോ പൊളിയല്ലേ പരിപ്പ് കറി. പരിപ്പ് അതെ, പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു ഒരിക്കില്ല. അതെ, അത് മാറ്റണം ഇനി. ഈ ഡോക്ടർ പരിപ്പിനെ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ വരുന്ന അറ്റ്ലീസ്റ്റ് സൂര്യയുടെ അവാർഡോ അഥവാ വേറെ എന്തെങ്കിലും അവാർഡോ ഒരു പേ അവാർഡോ എന്തെങ്കിലും കൊടുക്കണം പ്ലീസ്. പരിപ്പ് കറി അങ്ങോട്ട് എടുത്തിട്ട്, പരിപ്പിന് നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കപ്പയും നമ്മുടെ മീനില്ല മീൻ കറിയും കൂടെ, ചൊറിയണം ഇട്ട പരിപ്പ് കറി. ഡോക്ടർ പരിപ്പിന്റെ സ്പെഷ്യാലിറ്റി ആണ്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ലക്ഷ്മി ചേച്ചി തന്നെ ഒരു അതെ അതിൽ നിന്ന് ആ വറ്റൽ മുളകിൽ നിന്ന് അതങ്ങോട്ട് ഇങ്ങനെ ഞെക്കി എടുക്കുമ്പോ ആ ഷോട്ട് വരണം കേട്ടോ. നല്ല ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് കഴിച്ച് നല്ല ശീലം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. അപ്പൊ ചേച്ചി, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ. സ്ഥിരാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മൾ എന്തായാലും സ്ഥിരാക്കൂല്ലേ ചേച്ചിനെ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരുന്നു. അതല്ലേ ചേച്ചി സ്ഥിരാക്കാൻ പറ്റും. പരിപ്പ് കറി പിന്നെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, എന്നാലും പരിപ്പ് കറി എന്നുള്ളതല്ല, കോമ്പിനേഷൻ. ഈ ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ മാത്രം സ്നേഹം ചേർത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് ഇങ്ങനെ വാരി തരുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു ഭയങ്കര അനുഗ്രഹമാണ്, സ്നേഹം തീർച്ചയായിട്ടും. പക്ഷെ നമ്മള് എന്താ പറയാ, നമ്മുടെ വീട്ടിൽ അത്രയും ഇന്റിമസി ഉള്ള ആൾക്കാരുടെ അടുത്ത് എത്തുന്ന ഒരു ഫീൽ അല്ലേ നമുക്ക്? അല്ലെ, നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം ഉണ്ടെങ്കിലാണ് നമ്മൾ അങ്ങനെ വാരി കൊടുക്കാനൊക്കെ പറ്റിയല്ലേ. ഭയങ്കര സന്തോഷം. അപ്പ ഷെഫിനും മേഘക്കുട്ടിക്കും ഒരുപാട് ആശംസകൾ നേരുവാണ്. അപ്പൊ നമുക്ക് ചേച്ചി പോകുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഗിഫ്റ്റ്സ് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ നമ്മുടെ പുട്ടുപൊടിയായിരുന്നു കൊണ്ടുപോയത്. അപ്പൊ ഈ പ്രാവശ്യം എന്താ നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത നമ്മുടെ മേജർ നൽകുന്ന ഇടിയപ്പ പൊടിയാണ്. ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഇടിയപ്പം പൊടി പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡേറ്റ്സ് പുഡിംഗ് കേക്ക് ആണ്, സ്പൈസ് കേക്സിന്റെ. അപ്പൊ അത് അടുത്ത ഗിഫ്റ്റ് ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. അടുത്ത് നമ്മുടെ മുംതാസ് ഗോൾഡിന്റെ പ്രീമിയം ക്വാളിറ്റി കേരളക്കരയിലെ റാണി. കേരളക്കരയുടെ റാണിയാണ് നമുക്ക് അറിയാമോ. നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ബിരിയാണി റൈസ് ആണ്. വീട്ടിൽ ഇനി ബിരിയാണി ഉണ്ടാക്കി അങ്ങോട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതെ, വീട്ടിലെ മഹാറാണി ആണല്ലോ അല്ലെ, ഓൾറെഡി ആണല്ലോ. നമ്മുടെ അവസാനത്തെ ഗിഫ്റ്റ് ആണ് നമ്മുടെ സാൻസി ഫുഡ്സിന്റെ കറി മസാലയാണ്. അപ്പം ചേച്ചി, ഈ എല്ലാ ഗിഫ്റ്റ്സും ഞങ്ങൾ സ്നേഹപൂർവ്വം സൂര്യ കോമഡിയുടെ എല്ലാവരും കൂടെ ആയിട്ട് ചേച്ചിക്ക് തരുന്നതാണ്. കാരണം ചേച്ചി ഒന്നാമതേ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അല്ലേ. അപ്പൊ ഇതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും ഒന്നുകൂടി മാസ്റ്റർ പീസ് ഷോട്ട്സ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ കലാപരിപാടികൾ കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും എല്ലാ ഞായറാഴ്ചയും എന്താ അങ്ങനെ കഴിക്കാനാ? ഇവിടെ ഫുഡടിയാണ്. അപ്പൊ നിങ്ങളത് മൈൻഡാക്കണ്ട. എല്ലാ ഞായറാഴ്ചയും 12 മണിക്ക് ഞങ്ങൾ പിന്നെ വരുന്നതായിരിക്കും. ഉച്ച സമയത്ത് നല്ല വിശന്നിരിക്കുമ്പോൾ നമ്മുടെ ഫുഡടിയും കൂടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശപ്പ് കൂടിയിട്ട് കുറച്ചുകൂടെ നന്നായി ഫുഡ് കഴിക്കാൻ പറ്റും അല്ലേ. വീണ്ടും സന്ധിക്കും. സൈനിങ് ഓഫ് ഫ്രം വണക്കം ആൻഡ് സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ, ലക്ഷ്മി പ്രിയ. ടാറ്റാ, ബൈ.